ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ഈ ചൂടിന് ഒരുപാട് കഴിക്കുന്ന ഒരു വിഭവമാണ് വത്തക്ക. സാധാരണ നമ്മൾ വത്തക്ക കഴിക്കുമ്പോൾ ഉൾഭാഗം കഴിച്ചിട്ട് നമ്മൾ ആ തോട് ഭാഗങ്ങൾ ഒഴിവാക്കലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ തോട് ഭാഗം വെച്ചിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വത്തക്ക കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വത്തക്കയുടെ തോട് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്, നമ്മൾ ഉള്ളത്തെ വത്തക്കയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഈ തൊലിയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ വൈറ്റ് കളർ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ പച്ച കളറ് ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ തൊലിയുടെ പച്ച കളറ് നമ്മൾ ഒട്ടും ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ പച്ച കളർ ഒട്ടും ഇല്ലാതെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വത്തക്കയുടെ തോട് ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വത്തക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ജ്യൂസ് റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വത്തക്കയുടെ തോട് വെച്ചിട്ട് ജ്യൂസ് റെഡിയാക്കിയെന്നുള്ളത് ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.